ഹലോ, ഐ എം റിയാസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഷോപ്പിൽ പേയ്മെൻറ്റ് കിട്ടുന്നതും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ്, ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വഴി സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എത്തുന്നത്, ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എങ്ങനെയാണ് എത്തുന്നത്, സപ്ലൈസിനാണോ ആദ്യം പേയ്മെൻറ്റ് പോകുന്നത്, നമുക്കാണോ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സപ്ലൈസ് വഴിയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആവുന്ന സമയത്ത് ക്യാഷ് ഡയറക്റ്റ് നമ്മളെ കയ്യിലായിരിക്കും കിട്ടുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് ആകുമ്പോൾ നമ്മളെ ഷോപ്പിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അല്ലാതെ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ സാധനം ഡെലിവർ ആയിട്ട് അവർക്ക് ഡയറക്റ്റ് പൈസ പോകും. അതിൽ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, റൊപ്പോസോ ക്ലൗഡ് ഗ്ലോറോടൊക്കെ ഒരു ഡെലിവറി ആയിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ പേയ്മെൻറ്റ് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഗ്ലോറോഡിലും റൊപ്പോസോ ക്ലൗഡിലെല്ലാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടിരിക്കണം. ഓക്കെ, പിന്നെ RTOയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിൽ നിന്ന് അവരെടുക്കും. പ്രോഫിറ്റിൽ നിന്ന് അത് കുറച്ചിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് പ്രോഫിറ്റ് സെൻഡ് ചെയ്യുക. ഇപ്പോൾ ഗ്ലോറോഡൊക്കെ ആണെങ്കിൽ നമുക്ക് മാർജിൻ എന്ന് കിട്ടും, പ്രോഫിറ്റ് എന്ന് കിട്ടുന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. റൊപ്പോസോ ക്ലൗഡിൽ ആ ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. വെളിയിൽ നിന്ന് നിങ്ങൾ സപ്ലൈസ് എടുത്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡെലിവറി ആയതിനു ശേഷം RTO പീരീഡ് കഴിഞ്ഞിട്ട് അവർ, RTO അല്ല, റിട്ടേൺ പീരീഡ് കഴിഞ്ഞിട്ട് അവർ നമുക്ക് മാർജിൻ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ വേഗം സപ്ലൈസ് ചൂസ് ചെയ്യുമ്പോൾ എന്തായാലും ട്രസ്റ്റബിൾ സപ്ലൈസിനെ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധനം ഡെലിവറി ആയിട്ട് അവർ പറ്റിച്ചിട്ട് പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രസ്റ്റഡ് സപ്ലൈസിനെ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷോപ്പിഫൈ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇൻ ഇന്ത്യ, നമുക്ക് ഇന്ത്യയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഷോപ്പിഫൈ പേയ്മെൻറ്റ് ഗേറ്റ്വേസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇത്രയും പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഇനി വെളിയത്തെ കൺട്രീസ് എന്ന് വെച്ചാൽ US ബേസ്ഡ് കമ്പനീസ് എന്നൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നിങ്ങൾ പെയ്ഡ് വെർഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഇതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേസും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം പുതിയ ആക്ട് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേസിനൊക്കെ അവർ ആഡിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറേ ഇപ്പം റേസർ പേ, പേയു ഇന്ത്യ, ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസൊക്കെ അവരുടെ ഇത് പേയ്മെൻറ്റ് ന്യൂ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഓൺ ബോർഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്, പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലൊന്നും ഇപ്പോൾ ന്യൂ കസ്റ്റമേഴ്സിന് അതിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിടാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ പേയ്മെൻറ്റ് അവർ റെസ്യൂം പിന്നീട് മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോൾ പൗസിങ്ങിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആക്കി നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഗുണം, ഏതിനൊക്കെ നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നോക്കുമ്പോൾ റേസർ പേ ആണ് ഡ്രോപ്പ് ഷിപ്പേഴ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് റേസർ പേ ആണ്. റേസർ പേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ ആവശ്യമില്ല, നിങ്ങൾക്കൊരു ഇൻവെൻറ്ററി ആവശ്യമില്ല, നിങ്ങൾക്ക് കമ്പനി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. അൺരജിസ്റ്റേർഡ് ആണെങ്കിലും നിങ്ങൾക്ക് റേസർ പേയിൽ നിങ്ങളെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നതാണ്, പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ന്യൂ കസ്റ്റമേഴ്സിന് ഓൺ ബോർഡിങ് ചെയ്യുന്നില്ല. ഞാൻ റേസർ പേയായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ RBI ഗൈഡ് ലൈൻസിൻ്റെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, അപ്പോൾ ആഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ഓൺ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഫോൺ പേ ആണ്. ഇപ്പോൾ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റിയതായിട്ട് ഫോൺ പേ മാത്രമേ ഉള്ളൂ. ഫോൺ പേ എന്ന് പറയുന്നത് ഈ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. ഫോൺ പേയിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്പനി ഡീറ്റെയിൽസ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും GSTയോ, നിങ്ങൾക്ക് എന്തായാലും രജിസ്റ്റേർഡ് കമ്പനി വേണം, കറണ്ട് അക്കൗണ്ട് വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഫോൺ പേ എന്നുള്ള കമ്പനി ഡീറ്റെയിൽസ് വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവർ കാൾ വിളിച്ചിട്ടായിരിക്കും ഈ ഒരു ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കുന്നത്, മെയിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് ആണ്. ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് കമ്പനി വേണമെന്ന്, കമ്പനിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് എന്തെങ്കിലും സ്ഥാപനമോ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഡ്രോപ്പ് ഷിപ്പിങ്ങിന് പറ്റിയൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. പക്ഷേ ഈ ഒരു ഇതും പേയ്മെൻറ്റ് ഗേറ്റ്വേ നിങ്ങൾക്ക് ഓൺ ബോർഡിങ് ഇപ്പം എടുക്കുന്നില്ല, ന്യൂ കസ്റ്റമേഴ്സിന് ഓൺ ബോർഡിങ് എടുക്കുന്നില്ല. അതുപോലെ തന്നെ പേയു ഇന്ത്യ എന്ന് പറയുന്നത് കമ്പനി ഉള്ളവർക്ക്, ഇപ്പോൾ എന്തെങ്കിലും കടയോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുള്ളവർക്ക് പറ്റിയതാണ് പേയു ഇന്ത്യ. പക്ഷേ പേയു ഇന്ത്യയും ഓൺ ബോർഡിങ് ഇപ്പോൾ എടുക്കുന്നില്ല. പേയു ഇന്ത്യയാണ് മിക്ക വലിയ കമ്പനീസൊക്കെ ഉപയോഗിക്കുന്നത്. പേയു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ തന്നെ ഫേസ്ബുക്ക് തന്നെ ഉപയോഗിക്കുന്നത് പേയു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്, ഇന്ത്യയിലെ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത പേടിഎം ഗേറ്റ്വേയിൽ നമുക്ക് കമ്പനി മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൊമേഴ്സ് എന്ന് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ അതും ഇപ്പോൾ ഓൺ ബോർഡിങ് സ്റ്റാർട്ടഡ് അല്ല, ഓൺ ബോർഡിങ് പൗസിങ്ങിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അതിലും സൈനപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കാൾ വിളിച്ചിട്ടായിരിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. ഓക്കെ, റേസർ പേയിലാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ
ഇപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും അവർ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അത് ജസ്റ്റ് ഒരു കാൾ വിളിച്ച് അവർ ഒന്ന് അപ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ Paytm എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമെയിൽ ഐഡിയും നമ്പറും മാത്രം കൊടുത്തിട്ട് സൈനപ്പ് ചെയ്തിടും. അവർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഇമെയിൽ വഴിയായിരിക്കും നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അടുത്ത് പിങ് പോങ് ചെക്കൗട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, പക്ഷേ മാക്സിമം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചൈന ഇതാണ്, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഓൺ ബോർഡിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ ക്രെഡിറ്റ് പേ എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ക്രെഡിറ്റ് പേയിൽ കയറുമ്പോൾ തന്നെ അവർ കുറേ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് അവർ പറയും 5 ഡേയ്സ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 ഡേയ്സ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 ഹവേഴ്സ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സ്കോർ ലോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് അതിൽ പേയ്മെൻ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്ത് വരുന്നത് പേ ഗ്ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ആയിട്ട് വന്നൊരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കാളയാന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. സൈനപ്പ് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈനപ്പ് ചെയ്തിടും. പക്ഷേ ഈ ഒരു കമ്പനി ഓൺ ബോർഡിംഗ് ഇപ്പോൾ എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്നെ ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല, കുറേ ദിവസമായി. അപ്പോൾ ഇതിലിപ്പോൾ ആക്റ്റീവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫോൺ പേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫോൺ പേ വഴി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രജിസ്റ്റേർഡ് കമ്പനി വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു രജിസ്റ്റേർഡ് കമ്പനി നിങ്ങളെ ഡ്രോപ്പ് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ആവണമെന്നില്ല. ഇപ്പം ഞാനിപ്പം വേറെ ഇൻഡസ്ട്രീസിലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതെങ്കിലും ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഒരു ഇത് കമ്പനി വെച്ചിട്ടാണ് ഒരു മൊബൈൽ ഷോപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പ് വെച്ചിട്ടാണ് ഞാൻ പേയ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് സ്റ്റോർ നെയിമും കാര്യങ്ങളൊക്കെ ഫോൺ പേര് ആ ഒരു ബിസിനസ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റോർ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾ അതിൽ പേര് പോയി നെയിമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് പറ്റും. ഇപ്പം ഞാൻ വേറെ സ്റ്റാർ കിഡ്സ് എന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ മൊബൈൽ ഷോപ്പിൻ്റെ പേരാണ് കിടക്കുന്നതെങ്കിൽ അത് വഴിയിട്ട് എനിക്ക് സ്റ്റാർ കിഡ്സ് എന്നാക്കാൻ പറ്റും, എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അത് ഏത് കമ്പനി വെച്ചെടുത്താലും കുഴപ്പമില്ല, ഡീറ്റെയിൽസ് എല്ലാം ലീഗലായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഫോൺ പേയിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കമ്പനി ഉള്ളവർക്കാണ്, കമ്പനി ഇല്ലാത്തവർക്ക് ഫോൺ പേ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പക്ഷേ ഫോൺ പേ മാത്രമേ ആക്ടിവേറ്റ് ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പം ന്യൂ കസ്റ്റമേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുന്നില്ല. RBI ഗൈഡ്ലൈൻസൊക്കെ കഴിഞ്ഞ് ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്കൊക്കെ ഈ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേസിലൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഫോൺ പേ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫോൺ പേയിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ മെർച്ചൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാൻസൽഡ് ചെക്ക്, അല്ലെങ്കിൽ നിങ്ങൾ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ ആ കടയുടെ ഓണറിൻ്റെ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും. അതുപോലെ GST സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ നമ്പർ കൊടുക്കേണ്ടി വരും. ഓക്കെ, GST ഇല്ലാത്തവർക്കും തുടങ്ങാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഒരു നോൺ ഇൻഡിവിജ്വൽ മെർക്കൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഇൻഡിവിജ്വൽ അല്ലാതെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് കൊടുക്കണം, പാൻ കാർഡ്, ബിസിനസ് പാൻ കാർഡും കൊടുക്കണം, അതുപോലെ സിഗ്നേച്ചറി ആളുടെ പാൻ കാർഡും കൊടുക്കണം, അതിൽ GST സർട്ടിഫിക്കറ്റ്, പാർട്ട്നേഴ്സ് റെസൊല്യൂഷൻ, ഡിക്ലറേഷൻ ഫോം, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഇത് മാൻഡേറ്ററി ഡീറ്റെയിൽസ് ആണ്. അത് ഈ ഡിസ്പ്ലേ നെയിം, എന്ത് പേരാണ് ഫോൺ പേയിൽ കാണിക്കാനുള്ളത്, അതുപോലെ വെബ്സൈറ്റ്, ഇമെയിൽ, നിങ്ങളെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏത് ഇമെയിലിൽ വരണം, അഡ്മിൻ ആക്സസ് ഏത് ഇമെയിലിൽ വേണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ GST ഇല്ലാത്ത മെർച്ചൻസ് ആണെങ്കിൽ എന്താ ചെയ്യണം? GST ഇല്ലാത്ത മെർച്ചൻസിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂഡ് ബൈ MCA. ഒന്നാമത് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിരുന്നില്ല, ഇത്രയും ഡീറ്റെയിൽസിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ GST പകരമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും, അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. ഈ ഫോൺ പേയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നമുക്ക് സൈനപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മളെ നമ്പറും ഫോൺ നമ്പറും ഇമെയിലും കാര്യങ്ങളും മാത്രം അവർ വാങ്ങിച്ചിട്ട് സൈനപ്പ് ചെയ്യാൻ പറ്റും ഫോൺ പേ ബിസിനസ്സിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ ഹിന്ദിയിലുള്ള ആൾക്കാരായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോട് പറയുക മലയാളത്തിൽ സംസാരിക്കാനുള്ള ആരെങ്കിലും വേണമെന്ന് പറയുക. അപ്പോൾ മലയാളത്തിലുള്ള ആരെങ്കിലും കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മളെ ഇതിൽ ഇമെയിലിൽ അവർ മെസ്സേജ് അയക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇമെയിൽ നമുക്ക് ഫോർവേഡ് ചെയ്ത് തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാമത് അവർ വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മൾ മെയിലിൽ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ PDF ആയിട്ട് തിരിച്ച് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് അവർ റിവ്യൂ ചെയ്തിട്ട് അവർ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ അക്കൗണ്ട് സെറ്റാക്കി തരും. ഓക്കെ, പിന്നെ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങുന്ന ആ ഒരു നിശ്ചയ സ്ഥാപനം തന്നെ വേണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളെ ബന്ധുക്കൾക്കോ റിലേറ്റീവ്സിനോ ആരെങ്കിലും GST അല്ല രജിസ്റ്റേർഡ് കമ്പനി ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങിയാൽ മതി. GST ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് GST അതിൽ ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒന്നും എടുക്കാൻ പറ്റാത്തവർക്ക് ഉള്ള വഴി എന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ക്യാഷ് ഓൺ ഡെലിവറി മാത്രമാണ് കൂടുതലായിട്ട് ഡ്രോപ്പ് ഷിപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഇത് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇപ്പോൾ ഓൺ ബോർഡിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ കമ്പനി ഉള്ളവർക്ക് മാത്രമേ ആ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം കൂടുതലും ക്യാഷ് ഓൺ ഡെലിവറിയാണ് യൂസ് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഉപയോഗം കസ്റ്റമേഴ്സിന് കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ നിറയെ ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാഷ് ഓൺ ഡെലിവറി വയ്ക്കാൻ നോക്കുക. ക്യാഷ് ഓൺ ഡെലിവറി വയ്ക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോർ ഡിസൈനിങ്ങുള്ള വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ
ഇപ്പം നിങ്ങൾക്ക് രജിസ്റ്റേർഡ് കമ്പനി ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഓൺബോർഡിങ് സ്റ്റാർട്ടിങ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പുതിയ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഓൺബോർഡിങ് സ്റ്റാർട്ടിങ് ആയാൽ തന്നെ നിങ്ങൾക്ക് റൈസർ പേയിലോ അല്ലെങ്കിൽ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സിലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് കമ്പനി ഡീറ്റെയിൽസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഇതുവരേക്കും ക്യാഷ് ഓൺ ഡെലിവറി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറേ ചൈന ആപ്സൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ചൈന ആപ്സൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ട്രസ്റ്റബിൾ അല്ല. അതുപോലെ അമേരിക്കൻ ആപ്സും ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ പെയ്ഡ് കൊടുക്കുകയാണ്. പെയ്ഡ് വെർഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു മാസത്തേക്ക് $19 $1,500 സംതിങ് റുപ്പീസ് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ വലിയ ലോസിലേക്ക് പോകും. നിങ്ങൾ അതൊക്കെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കുറേ പേര് പേയ്മെൻറ്റ് ഗേറ്റ്വേ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബൈ.